അത് ഞാനത് കമന്റ് വായിച്ചിട്ട് എനിക്കത് വിഷമം തോന്നി. കാരണം എന്റെ കുട്ടി അങ്ങനെ ഇല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ശരി അല്ല വിടിക്കടി മുട്ടിന്ന് പൂട്ടി ഞാൻ വിടിക്കടി അല്ല അച്ഛനെ വിളിച്ചേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 6:45 നമ്മുടെ അയനുക്കുട്ടൻ എണീറ്റ് ഇതേ പാല് കുടിച്ച് വീണ്ടും ഉറങ്ങാൻ കേട്ടോ. പിന്നെ ഞാൻ വേറെ 2 പേരെ കാണിച്ചിട്ട് നമ്മുടെ അല്ലൂസും അച്ഛനും താഴെയാണ് കിടക്കുക. ഞങ്ങൾ 4 പേർക്കും ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാട്ടോ കിടക്കുക. പിന്നെ എല്ലാവരും പറഞ്ഞു ഒരു കട്ടിലും കൂടി വാങ്ങിച്ച് ചേർത്ത് വയ്ക്കുക. പക്ഷേ ഒരാൾ കരഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റാൾ പെട്ടെന്ന് എണീക്കുക. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ കർട്ടനൊക്കെ നീക്കി നോക്കിയപ്പോൾ ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും മഴയാണ്, ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടന്മാരെ പിറന്നാൾ വരാണ് കേട്ടോ, കർക്കിടത്തിൽ അവിട്ടം വരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതേ ഗൈസ്, എൻ്റെ മുഖത്ത് വലിയൊരു ചക്ക പോലത്തെ പിമ്പിൾസ് വന്നിട്ടുണ്ട്. എനിക്ക് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ അതൊന്നും നോക്കിയില്ലെങ്കിൽ സമാധാനമാവില്ല, കാരണം എൻ്റെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അതേ ചായയോടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാലത്ത് ഇങ്ങനെ ഒരു കട്ടൻ കുടിക്കും കേട്ടോ. പിന്നെ കുളിക്കാൻ താഴെ പോയിട്ട് വെള്ളം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പിറന്നാളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം. കുറച്ചല്ല, അവർക്ക് പിറന്നാൾ ഇടാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കണം. പിന്നെ ലീനമ്മയ്ക്ക് പിള്ളേർക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ കൊണ്ടുവന്ന് പോകണം. അതിന് മുന്നായിട്ട് നമുക്കിന്നൊരു അസ്ഥി സഞ്ചയനം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഭരണം പറഞ്ഞില്ലേ, അപ്പോൾ ആ അസ്ഥി സഞ്ചയനത്തിന് പോയിട്ട് വേണം നമുക്ക് നമ്മുടെ ഷോപ്പിങ്ങിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി സുന്ദരിക്കുട്ടിയായിട്ടുണ്ടെന്ന് ഞാൻ തന്നെ പറയുന്നു. എനിക്ക് കണ്ണ് എഴുതില്ലെങ്കിൽ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് തന്നെ പറയാനായിട്ട്. അപ്പോൾ നമുക്കിനി പിള്ളേരൊക്കെ ഒന്ന് വിളിച്ച് എണീപ്പിക്കാം. അയൽക്കുട്ടനെ എണീറ്റപ്പോൾ കുറച്ച് പാല് കുടിക്കാൻ തോന്നിയിട്ട് ഇപ്പം തന്നെ പാല് കുടിച്ച് ഉറങ്ങിയുള്ളൂ. അപ്പോഴത്തേക്ക് കുറച്ച് കൊടുത്തപ്പോൾ സമാധാനമായിട്ടുണ്ട്. ഇവനാണ് ഞങ്ങളുടെ വീട്ടിലെ പീപ്പിക്കുട്ടൻ. ഏത് സമയം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മുടെ അയനൂസിനാണെങ്കിൽ ഇങ്ങനെ പാല് കുടിക്കുമ്പോൾ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം കേട്ടോ. ഒന്നില്ലെങ്കിൽ അവൻ നമ്മുടെ മുടി പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ തല പിടിച്ചൊക്കെ നോക്കണം, അല്ലെങ്കിൽ കൈയൊക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. പാല് കുടിക്കുമ്പോൾ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. നമ്മൾ അവനെ വിട്ട് പോകാനേ പാടില്ല അല്ലേ. ഗുഡ് മോർണിംഗ്, വേക്കി 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 നിക്കി, ഗുഡ് മോർണിംഗ്, വേക്കി 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 അല്ലി, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, പദക്കല്ല, ഗുഡ് മോർണിംഗ്, വേക്കി 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 അല്ലു, അല്ലുട്ടാ എൻ്റെ അല്ലുട്ടാ, അല്ലൂസ് ടാറ്റ പോവാം നമുക്ക്. ഡൽഹിയിലെ മാമരോടിക്ക് പോവാം നമുക്ക്. വാ എനിക്ക് വരുമ്പോൾ. അപ്പോൾ ഇന്നെങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പോകാമെന്നാണ്, 8:30 പോകാമെന്നാണ്. അപ്പോൾ 5 ചേച്ചിയും കൂടെ വരും. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുമിച്ച് വരാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നോട് അമ്മ നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞേക്കാൾ മുന്നേ. അപ്പോൾ ഇവരാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്, കാരണം ഇവർ പാതിരാക്ക് ഉറക്കന്മാരാണ്. ഗുഡ് മോർണിംഗ്. അച്ഛവിടല്ലുട്ടാ, അച്ഛവിടേ അല്ല, അച്ഛവിടെ അച്ചി എവിടെ ഉണ്ടായിരുന്നു, അച്ഛണ്ടായിരുന്നു അവിടെ അല്ലേ. അച്ഛവിടെ അവിടെ ഉണ്ട്. അച്ഛനെ കെട്ടിപ്പിടിച്ച് അല്ലു. നമ്മുടെ അല്ലൂസിന് ഈ ഭൂമിയിൽ ആരെയാണ് ഇഷ്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അച്ഛാന്നേ പറയുള്ളൂ. അവൻ അച്ഛനെ ബാക്കി 24 മണിക്കൂർ മന്ത്രിച്ചുകൊണ്ടിരിക്കുള്ളൂ. പക്ഷെ അയനൂസ് അങ്ങനെയല്ല കേട്ടോ. അയനൂസിനെ എല്ലാവരും അടുത്ത് നോക്കണം. പക്ഷെ അല്ലൂസ് ഒരു അച്ചക്കുട്ടതയാണെന്ന് തന്നെ പറയാം. ഹലോ ബോയ്സ്, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് 5 ചേച്ചിയും അതേപോലെ തന്നെ ഉണ്ണി വരണമെന്നാണ് പറഞ്ഞത് വീട്ടിലേക്ക് ഇട്ടാൽ. അപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് വെയിലൊക്കെ കണ്ടുകൊണ്ട് പതുക്കെ വീട്ടിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പോയിട്ട് ഒരു ആവശ്യമുണ്ട്, ഒരു അസ്ഥി സഞ്ചയനം ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് കയറണമെങ്കിൽ. അല്ല അന്വേഷിച്ചേ അമ്മമ്മ നമ്പോൻ്റെ
അമ്മമ്മന്നെ. അപ്പം നമ്മൾ എല്ലാവരും റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കണില്ല കേട്ടോ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ പിള്ളേർക്ക് കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പോകാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് അയിനൂസിന് മരുന്നൊക്കെ ഉള്ളതുകൊണ്ട്. ഫിഷ് പറഞ്ഞ് പപ്പ എന്ന് പറഞ്ഞ് പപ്പ പപ്പ എന്ന് പറയും. അപ്പം അമ്മ ചെയ്തുതരാം. അപ്പം പറഞ്ഞ അപ്പം. ഓക്കെ ഓക്കെ സോറി ഓക്കെ. അല്ലുട്ടാ പാറു എന്ന് പറഞ്ഞതിന്. ഓക്കെ ശരി അമ്മ തരാം. അമ്മ എടുത്തരാം. പാറു എന്ന് പറഞ്ഞ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നില്ല. നമ്മൾ ഇന്നലത്തെ എല്ലാ കറികളും ഉണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കുന്നുണ്ട് അമ്മയും ചേച്ചിയും കൂടിയിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അല്ലോ അത് കാറിലിടാം. അല്ലോ അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പോവാൻ നിന്നാൽ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഹാജിരാവും ഇവർക്ക് ഇതൊക്കെ ഇപ്പോൾ ശീലമായി. എങ്ങോട്ടെങ്കിലും പോവാന്നൊക്കെ മനസ്സിലായി. പോകുമ്പോൾ ഇങ്ങനെ ഷൂസൊക്കെ എടുത്ത് ഇടണം എന്നറിയാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് വർത്തമാനത്തിൽ കുറച്ച് ബാക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും ഭയങ്കര ബുദ്ധിയാണ്. അവൻ്റെ ഷൂസ് കറക്റ്റ് അവൻ അറിയാം. ലൂസിൻ്റെ ചോപ്പ ഷൂസാണ് കേട്ടോ. എന്തേ ഫ്രണ്ടിലിരിക്കാൻ പറ്റൂ? അല്ലൂസിനെ നമ്മൾ കാർ സീറ്റിൽ എത്തും. അയിനൂസിനെ ഞാൻ പിടിക്കാറ് പതിവ്. Okay, ready now. Wow. നമ്മുടെ സഞ്ജന കഴിഞ്ഞ് വരുന്ന വഴി നമ്മുടെ സിജിനെയും കണ്ണനെയും ഒന്ന് കയറിക്കണം കേട്ടോ. അച്ഛന് കൈക്കൊക്കെ ഭയങ്കര കഴപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനൊന്ന് കാണാൻ വിചാരിച്ചു. അച്ഛനിപ്പോൾ സുഖമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ അഞ്ചു ചേച്ചിയും ചേട്ടനൊന്നും എത്തിയിട്ടില്ല. അവർ ഓൾറെഡി വണ്ടിക്ക് വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിനേക്കാൾ മുന്നേ നമ്മുടെ അമ്മ സിജി അമ്മ ബീഫ് കുക്കറിൽ വെച്ചിട്ട് തന്നെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ മാങ്ങൊക്കെ മുറിച്ച് തന്നു കേട്ടോ. അപ്പോൾ അമ്മയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ലീനമ്മയുണ്ടായിരുന്നു, പിള്ളേരെല്ലാവരും ഉണ്ട്. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ചോറിനിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോണത്. വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ നമ്മളെയും കാത്ത് വെല്ലിശനും വെല്ലുമുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉണ്ണികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അവർ വീട് വെലപ്പാടാണുള്ളത്. അവരിപ്പോൾ ഇവിടെ സെറ്റിലായതാണ്. അവർ പുറത്തായിരുന്നു. അപ്പം ഞാൻ കുറച്ച് 2 മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അത് ഞാൻ വെല്ലുമ്മയ്ക്കൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ അത്രയും വേണ്ടപ്പെട്ടൊരു കുടുംബമാണ് അനിമാമ്മയുടെ കുടുംബം. അപ്പോൾ അവിടെ നിന്ന് 2 മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അയിനൂസ് ഇന്ന് വർത്താനം പറയുന്നത് കേൾക്കാട്ടെ. എൻ്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു വെല്ലുമ്മയുടെ മോൾ. അപ്പോൾ ചേച്ചിനോട് ഇന്ന് വർത്താനം പറയാണ്. ശരി ഓക്കെ. ഇല്ല ഫോൺ കയ്യിലിട്ടിട്ടുണ്ട്. ശരി കന്ന ഉമ്മ മഞ്ഞ ഉമ്മ ചേച്ചി അവന്റെ ഉമ്മ പറഞ്ഞു. ഉമ്മ കൊടുക്ക് വല്ലിക്ക്. ഫോൺ തരുന്നില്ല, ഫോൺ കട്ടയുന്നില്ല. എടാ ഒരു ഉമ്മ കൊടുത്തിട്ട് വലിയ വീട്. ഉമ്മ കൊടുക്ക് ഉമ്മ. ചേച്ചി ഒരു ഉമ്മ കൊടുക്ക്. ഉമ്മ ആസ്വദിച്ചിരിക്കുന്നു. ചേച്ചി കട്ട് ചെയ്തോ? ആണെങ്കിൽ ചേട്ടൻ ലൂസാണെങ്കിൽ റൂമിലുണ്ട്. റൂമിൽ അവരുടെ എന്തൊക്കെയോ ഒപ്പിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛനും മോനും കളിക്കാന്നൊന്നുണ്ടല്ല. നമ്മളെ അല്ലൂസിന് അമ്മാമ്മ ഉഴുന്നട കൊടുത്തിട്ടുണ്ടായിരുന്നു. ചായ വെച്ചിട്ട് സ്പെഷ്യല് സ്പെഷ്യല് ജിഞ്ചർ ടീ വേണോ അല്ലെങ്കിൽ ഏലക്ക ചായ വേണോ? ഇന്നാളെന്താ പറയണ്ടല്ല, ഇപ്പൊ പുറത്ത് പോകുമ്പോ നിങ്ങളെ ചായ കുടിച്ചു പുറത്തെ ചായക്ക് ടേസ്റ്റ് ഇല്ലാന്ന്.
ഞാനപ്പോൾ ഇതേ നമ്മുടെ നിഖിലായിട്ട് നല്ല അടിപൊളി ചായ വെച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ ചായ വെച്ച് കൊടുക്കുമ്പോൾ ജിഞ്ചർ വേണ്ട, ഏലക്കായ ഇട്ടോളം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏലക്കായ ഇട്ട് കുടിച്ചിട്ട് ഇപ്പോൾ അത് ഭയങ്കര ഒരു നിർബന്ധമായി മാറിയിരിക്കണോ. ഏലക്കായ ഇട്ട് ചായ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ചായ ആണെങ്കിലും അതിലൊരു ടേസ്റ്റ് വരുത്തുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പാല് പിന്നെ അതിലേക്ക് ഒഴിക്കും. കുറച്ചും കൂടി മീൻസ് നോർമൽ ഒഴിക്കുന്നേക്കാളും കുറച്ചും കൂടി ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി കടുപ്പും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലുള്ള ഒപ്പീനിയനാണ് കേട്ടോ. എല്ലാവരും ഒരേപോലെ എല്ലാ ചായ വയ്ക്കുക, എന്നാലും കുറച്ചധികം പാല് ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലപ്പോൾ വെല്ലിച്ചനും വലിയമ്മ ഉണ്ടായിരുന്നു. അവർ നാട്ടിലേക്ക് ഇപ്പോൾ സെറ്റിലായുള്ളൂ കേട്ടോ. അവർ നെയ്വേലിയിലായിരുന്നു. അപ്പോൾ അതേ നാട്ടിലേക്ക് വന്ന് എല്ലായിടത്തേക്കും വീണ്ടും ഓരോ സ്ഥലത്തേക്ക് മധുരം ഒരു തരി മതില്ലാത്ത ഇത്തിരി ചായ എനിക്ക് തന്നിട്ട് മധുര എന്താ വില ചൂട് വേണം. എന്ത് ഇപ്പൊ തന്നെ വെച്ചിട്ടുള്ളൂ. അപ്പൊ നാട്ടിൽ കുറച്ച് സ്ഥലം എത്തിയിട്ടുള്ളൂ. പിന്നെ ഓരോ സ്ഥലത്തേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടേതായ ബന്ധു വീട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് പോകാൻ അടുത്തൊരു വീടായി. കാരണം എൻ്റെ 2 വലിയമ്മമാരും പുറത്തായിരുന്നു. ഇപ്പോൾ 2 വലിയമ്മമാരും നാട്ടിലുണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിലും അതെന്താ മേമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിരുന്നായിരിക്കും. കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ വലിയമ്മയുടെ വീട്ടിലൊക്കെ പോകാനായിട്ട്. മേമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ പുഴയും കടലാണ്. അപ്പം പാപ്പം വീശും. അപ്പം അങ്ങനെ മീൻ കിട്ടി നന്നാക്കി വറുത്തൊക്കെ തരും. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ചായ 12 സമയമായി. ഇനിയിപ്പോൾ ചായ കുടിച്ച് കുറച്ച് നേരം കഴിച്ച് ചോറിനിട്ട് വേണം നമുക്ക് പുറത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ ഗായ്സ്. പിന്നെ ഒരു കേസ്, ഞാനിപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് കൊഞ്ചുട്ടാ. അമ്മ ഇപ്പോഴും എന്നെ കൊഞ്ചിക്കുകയും ചെയ്യും. ആ ഒരു ബോണ്ട് ഞങ്ങൾ ഇപ്പോഴും വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഒറ്റ ബോളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഞങ്ങൾ അവിടെ നിന്ന് 1-2 ചായ കുടിച്ചാണെങ്കിലും ഇവിടെ വന്നിട്ട് അതേ വീണ്ടും ചായ കുടിച്ചു. അപ്പോൾ അതിനുസേ ഉറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അല്ലൂട്ടനാണെങ്കിൽ ഇരുന്ന് കളിക്കുകയാണ്. ഇവനെ ഒന്ന് കെടുത്തിട്ട് വേണം അവനെ ഒന്ന് ഉറക്കാനായിട്ട്. ഇപ്പോൾ സമയം 4:30 കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചോറുണലൊക്കെ കഴിഞ്ഞു. പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിള്ളേരത് മേല് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൃപ്രയാർക്കൊന്ന് പോകണം. ഡ്രസ്സൊക്കെ ഒന്ന് നോക്കണം. ഇവർക്ക് പിറന്നാളിന് നമ്മൾ ഒരു ജോഡി ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അമ്മാമ്മയാണെങ്കിൽ ബർത്ത്ഡേക്ക് ആയിട്ടോ, ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഡ്രസ്സ് എടുത്ത് വെക്കുന്നത്. ഇവരുടെ പിറന്നാൾ വരുന്നത് 23-ാം തീയതി. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഓഗസ്റ്റ് 12-ാം തീയതി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ പിറന്നാൾ എന്തായാലും അമ്പലത്തിലൊക്കെ പോയിട്ട് ചെറിയ സദ്യ എന്നുള്ള രീതിയിൽ ആഘോഷിക്കും. പിന്നെ ഒരു ഫംഗ്ഷൻ പോലെ, ചെറിയൊരു ഫംഗ്ഷൻ പോലെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഒഴിവ് ദിവസം നോക്കി വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഐനോസ് അച്ഛനിട്ടിട്ട് നല്ല താക്ക് താങ്ങുന്നുണ്ട് കേട്ടോ. കുറ്റിയായി മാറി. പക്ഷെ ചുമയുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യിച്ചുള്ളൂ. അപ്പൊ വീണ്ടും റിപ്പീറ്റ് സങ്കടായി. നന്നു ചമച്ചപ്പോ അമ്മ സങ്കടം. അമ്മയ്ക്കൊരു ഉമ്മ പറ്റുക, ഒരു ഉമ്മക്ക്. വീൽസ് ഓൺ ദ ബെസ്ക്, മമ്മീസ് ഓൺ ദ ബെസ്ക്, doors on the desk, open and shut, open and shut. പിന്നെ signals on the desk, bling 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 bling. Babies on the desk, ni ni ni, wa 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 wa.
നമ്മുടെ വീട്ടിലെ ചക്കൊക്കെ മൂപ്പെത്തിയിട്ടുണ്ട്, ഇട്ട് വെക്കണം. പിന്നെ ഞാൻ ഉണ്ണികളെ കൊഞ്ചിക്കുമ്പോൾ ഭയങ്കര ഓവറായിട്ടാണ് കൊഞ്ചിക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അവരങ്ങനെ കൊഞ്ചിക്കുന്നത്. എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ആരും പൊങ്കാലിടരുത്, കാരണം ഇതിൻ്റെ സിൻസിയറായിട്ട് എനിക്ക് വന്നു പോണതാണ്. ചേട്ടൻ ഡ്രസ്സ് മാറ്റിക്കാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും പോകാനില്ലെങ്കിലും കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലൂസിനെ വാങ്ങിക്കും. അല്ലൂസിനല്ല നമ്മളെ വീട്ടിലെ പിള്ളേരൊക്കെ വാങ്ങിക്കുന്നതൊക്കെ നിഖിൽ ചേട്ടനായിരിക്കും അല്ലേ. ഒരു ഹരമാണല്ലേ കുളിപ്പിച്ചെടുക്കുക, പിള്ളേരെ ഡ്രസ്സ് ഇടിപ്പിക്കുക, മേക്കപ്പ് ചെയ്യിക്കുക, ചില ദിവസങ്ങളിൽ മേല് കഴിപ്പിക്കുക. അല്ലെങ്കിൽ ചേട്ടാ സ്വന്തം മക്കളെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ട്. നിങ്ങൾക്ക് എന്താ സംതൃപ്തി വേണോ? എന്നെ മേലെ ഇഷ്ടോ? ഒരു പുതിയ സംതൃപ്തി ഞങ്ങൾ വരും. എന്നിട്ടാടാ ഹാപ്പിനെസ്. ഇവർക്കൊരു അനിയത്തി കുട്ടിനാണെന്ന് എപ്പോഴും പറയുന്നുണ്ട്. വീഡിയോ ഇപ്പൊ കൊന്നേ അല്ലെങ്കിൽ പോയിട്ട് വരാട്ടാ. അഞ്ഞോ ഇതെന്തോ പല്ലേക്കിരിക്കത്തോ അഞ്ഞു എന്ത് ബ്യൂട്ടിഫുൾ, കീവ് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ ദേ തൃപ്പയാറുള്ള കൽപ്പയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. വേറെ ഒന്നല്ല, ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്ന് വഴി അവിടെ ബ്യൂട്ടി സിൽക്സ് ഉണ്ട്, പിന്നെ അർച്ചന സിൽക്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. നമ്മുടെ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒത്തിരി കുഞ്ഞുണ്ണികളുടെ ഉടുപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് 2 വയസ്സായെങ്കിലും നമ്മൾ 1.5 വയസ്സിൻ്റെ ആയിട്ട് നോക്കി തുടങ്ങാം. കാരണം 2 വയസ്സിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലോഹ പോലെ ആയിരിക്കും. അതുകൊണ്ട് 1.5 വയസ്സിലുള്ളത് ആദ്യം നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ, മീൻസ് സൈസ് ചെറുതാണെങ്കിൽ 2 വയസ്സിൻ്റെ എടുക്കും. ആദ്യം ഇപ്പോൾ അമ്മയ്ക്കുള്ളതാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. അമ്മയ്ക്ക് ഞാൻ വേണം, എന്തെടുക്കാം, അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോലെ ഞാൻ വേണം, ഞാൻ ഉണ്ടായാലേ അമ്മയ്ക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ആദ്യം ഒരു നോർമലായിട്ടുള്ള ജോഡി കണ്ടപ്പോൾ ഒന്ന് നീക്കി വെച്ചു കേട്ടോ. മീൻസ് എനിക്ക് ഇങ്ങനത്തെ കാഷ്വൽ ഐറ്റംസ് ആണെങ്കിൽ കൂടുതൽ ഇഷ്ടം, ഈ കോട്ട് അതൊക്കെ ഇടുന്നേക്കാളും. അപ്പോൾ അങ്ങനെ 1-2 ജോഡികളൊക്കെ ഞങ്ങൾ നീക്കി വെച്ചു. പിന്നെ പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി പിറന്നാളിന് എടുക്കണതല്ലേ, അമ്മ പിറന്നാളിന് എടുത്തിട്ടുണ്ടായതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ പറയുന്നതിന് അമ്മ ഒരു പ്രാവശ്യം ഇട്ടിട്ട് നീക്കി വയ്ക്കുന്നേക്കാളും ഭേദമല്ല, നമുക്ക് എപ്പോഴും ഇടാൻ പറ്റിയ ടൈപ്പ് എടുക്കണേന്ന് പറയായിരുന്നു ഞാൻ. ഫൈനലിൻ്റെ ഈ 2 കേട്ടോ, ഈ 2 ഹൂഡി ടൈപ്പാണ് നമ്മൾ അമ്മമാരെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എടുത്തത്. പിന്നെ 2 നോർമലായിട്ടുള്ള ഒരു ട്രൗസറും ടോപ്പും എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം അമ്മ ഒരു 4 ജോഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കുർത്ത പോലത്തുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ട്, മറ്റേ ബ്ലൂ പോലത്തെ ബോയ്സിൻ്റെ കുർത്തില്ലേ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ബ്ലൂ ഇഷ്ടമായി. അപ്പം ഞാൻ ഐനൂസിനെ വെച്ച് നോക്കിയപ്പോൾ ഐനൂസിന് കുറച്ച് വലുതാണ്. കാരണം ഐനൂസിന് ഒരു ചേർച്ചില്ലാത്ത പോലെ, അവനൊരു ചെറിയ കുട്ടിയല്ലേ, ഒരു ചേർച്ചില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു മോന് ഭംഗി ഉണ്ടാകും ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ അവനൊന്ന് വെച്ച് നോക്കിയപ്പോൾ അവന് കുഴപ്പമില്ല. അവന് കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി അവന് സ്കേൾട്ട് ആയതുകൊണ്ട് അവൻ ഇതേപോലെയുള്ള എന്താ പറയുക ടീഷർട്ടും ട്രൗസറൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇട്ട് കാണാനായിട്ട് കേട്ടോ. നോക്കിയാൽ മതി. ഫോട്ടോ എടുക്കട്ടെ. മിഠായി വേണോ? മിഠായി തരണമെങ്കിൽ ഇത് ഇടിക്കണോ? ഇത് അവിടെ ഇരുന്ന ഇരിക്കി ഇങ്ങോട്ടോ. അമ്മ തരും.
അച്ഛനാ അവിടെ കുർത്ത രസമില്ല ചെയ്യാം. അതെ നമ്മളെന്തായാലും കുർത്തെടുത്തില്ല, അത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ തോർത്ത് നോക്കുകയാണ്. നിഖിലേട്ടൻ ഒരു പുതിയ തോർത്ത് വാങ്ങിക്കണം. നമ്മുടെ വീട്ടിൽ അമ്മ എപ്പോഴും തോർത്ത് മാറ്റിക്കൊണ്ടിരിക്കും നിഖിൽ ചേട്ടൻ്റെ. അമ്മ ഇപ്പം എന്തോ പാൻറ് എങ്ങാണ്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ചുരിദാറിന് അമ്മ റെഗുലറിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോണ ചുരിദാറിന് പാൻറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെച്ച് 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 നോക്കട്ടെ. ഇവിടെ വെച്ചെടുത്ത അയി നോക്കി അച്ഛൻ വെച്ചത് സമ്മതിച്ചില്ലല്ലോ. അതിന് ചേട്ടൻ എവിടെ? ചേട്ടൻ അതിനു ചേട്ടൻ എവിടെ? ചേട്ടാ എന്നെ വിളിക്ക് ചേട്ടാന്ന്. അങ്ങനെ ഇവിടുത്തെ നമ്മുടെ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ കുറച്ച് ഇന്നറുകളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബില്ലിംഗ് സെഷനിലേക്ക് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇവർക്കുള്ള ഡ്രസ്സ് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല, നമ്മുടെ വക പിറന്നാളിന് വാങ്ങിക്കേണ്ടത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തൊട്ടടുത്തുള്ള ലാമിയ സിൽക്സിലേക്ക് കേട്ടോ. അവിടെ ഒരു പുതിയതായിട്ട് കിഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ടീഷർട്ടുകൾ എല്ലാം സെപ്പറേറ്റ് ആണെന്ന് മാത്രം, അങ്ങനെ മീൻസ് ജോഡിയായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ എനിക്ക് ഈ ടീഷർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇപ്പോൾ ഇതിനെ പറ്റിയ വല്ല ട്രൗസറോ പാൻറ്റോ അങ്ങനെ നമുക്ക് നോക്കിയെടുത്താൽ മതിയാവും. ഒരു സെപ്പറേറ്റ് ഒരു കിഡ് സെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനത്തെ കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, ഇവരതും ഇരുന്ന് മെഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ കാറും സൈക്കിളും ബൈക്കും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്. അവരെന്ത് പാർക്കിൽ കൊണ്ടുപോയതൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഷർട്ടുകൾ ഉണ്ടായിരുന്നു. ഷർട്ടുകളും എനിക്ക് ഈ പിള്ളേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ടീഷർട്ടിന് മാച്ചായിട്ടുള്ള പാൻറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാൻറ്റിനാണെങ്കിൽ കുറച്ച് റേറ്റ് ഉണ്ട്. ഒരു പാൻറ്റിന് തന്നെ 700 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. തൽക്കാലം ടീഷർട്ട് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഷർട്ടിൻ്റെയും അതായത് ടീഷർട്ടിൻ്റെ ഒക്കെ ട്രൗസറുകൾ കേടാവാത്തത് അത് മാത്രം കേടാവില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവരുടെ ഡ്രസ്സിൽ ഏറ്റവും കേടാവുന്നത് ഇവർ മുകളിലത്തെ ടോപ്പ് ഷർട്ടുകളൊക്കെയാണ്. പക്ഷെ ട്രൗസറൊന്നും പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ പാൻറ്റ് നോക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഹൈനൂസ് ആണെങ്കിൽ ഇവിടുത്തെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൈനൂസ് ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ വന്ന് ചോദിക്കുകയായിരുന്നു, എനിക്കിതിൽ ഒരു ഗ്രീനും അതേപോലെ തന്നെ നേരത്തെ കാണിച്ച ഈ ഒരു കളറും ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ അവനെ ഏത് ഇഷ്ടമായെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ അവൻ്റെ പിന്നാലെ നടന്നിട്ട് ഇതിന് ചെറുതുണ്ടോ? നമ്മളപ്പോൾ ഒരു ഗ്രീനും അതേപോലെ തന്നെ ഒരു ക്രീം കളർ കൊടുത്തിട്ടുണ്ട്. ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഐനൂസിന് ഗ്രീനും ഇവന് ക്രീം കളർ നോക്കി എടുത്തത്. നമ്മൾ നേരെ ബില്ല് ചെയ്തിട്ട് ഇനി വേറെ ഒന്നുമില്ല, വീട്ടിലേക്കാണ് പോണത്. ചെറുത് വാങ്ങി, ഒരു ചെറുത് വാങ്ങി, അല്ല ചെറുത് വാങ്ങി. ഏതായാലും മതി ഞങ്ങക്ക്. പിന്നത് ഇത് ശരിയാവില്ലട്ടല്ലോ ഇത്. ഇത് കാണുമ്പോ അവൻ
നമ്മുടെ അല്ലൂസിന് ഈ കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ കുഞ്ഞിക്കാറ്. അതുകൊണ്ട് തന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി വാശി പിടിക്കും. ഞങ്ങൾ മാക്സിമം ഇതൊക്കെ പരിശ്രമിക്കും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം. പക്ഷേങ്കിൽ ഇങ്ങനെ കുറേ വാശി പിടിക്കുമ്പോൾ ഒരു നിവൃത്തിയില്ലാണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും വില കുറവ് ഏതോ അത് നോക്കി വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് കുറേ കമൻസ് വരെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് ഒരു നിവൃത്തി ഉണ്ടാവില്ല, അപ്പോൾ നമ്മങ്ങനെ ചെയ്ത് പോണതാണ്. നമ്മളിത് നേരെ വീട്ടിൽ വന്നിട്ട് അപ്പം വരുന്ന വഴിക്കാണ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും വല്ല കറി എങ്ങാനും വാങ്ങിക്കുക. അപ്പോൾ എനിക്ക് ചേട്ടൻ പറഞ്ഞു വേണ്ട കീത്തു നിൻ്റെ ചിക്കൻ കറി വെക്കാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മൾ എന്തായാലും അത് വെച്ച് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഇപ്പം സമയം 8 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ കറി വയ്ക്കാനായിട്ട്. അമ്മമ്മനോട് ഞാൻ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മിക്കതും ഞാൻ തന്നെയായിരിക്കും കുക്കിങ്. മോർണിംഗത്തെ കുക്കിങ്ങൊക്കെ അമ്മയായിരിക്കും, കാരണം ആ സമയത്ത് എനിക്ക് കുറച്ച് മടിയാണ്. അപ്പോൾ അമ്മയായിരിക്കും ചെയ്തേക്കുക. പിന്നെ അതിന് ശേഷമുള്ള ഉച്ചക്കലത്തേലും രാത്രിക്കായാലും നോൺ വെജ് സംഭവങ്ങളൊക്കെ ഫുള്ളി ഞാൻ തന്നെയായിരിക്കും ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ, കാരണം കുക്ക് ചെയ്യേണ്ടി വരുന്നത് അമ്മ കടയിൽ നിന്ന് എത്താൻ ലേറ്റൊക്കെ ആകുമ്പോൾ ഞാനത് ചെയ്ത് വെക്കും. എനിക്കതിൽ ഭയങ്കര സന്തോഷമുള്ളൂ. ഈ സമയത്ത് നിഖിൽ ചേട്ടനുണ്ടെങ്കിൽ നിഖിൽ ചേട്ടനായിരിക്കും പിള്ളേരെ നോക്കുക, ശ്രീമോ ആണെങ്കിൽ ശ്രീമോ ആയിരിക്കും നോക്കുക. അപ്പോൾ അതേ നിഖിൽ ചേട്ടൻ്റെ അടുത്തുണ്ട് 2 പേരും. അപ്പോൾ ഒരു ആശ്വാസമാണ്, നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യാം ഗായ്സ്. അപ്പോൾ ഞാൻ നമ്മളിപ്പോഴേ സമയമില്ലാത്തതുകൊണ്ട് ചിക്കൻ കുക്കറിൽ 2 വിസിലടിക്കാമെന്ന് വിചാരിച്ചു. ചട്ടി വെച്ചിട്ട് തക്കാളിയും സവാളയും വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേഗം ആവുമല്ലോ, അല്ലെങ്കിൽ പിന്നെ കുറേ ലേറ്റും ചട്ടിയിലിട്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ. മൂട്ടിൽ പിടിച്ചിട്ട് അത് പിടിച്ചിട്ട് അങ്ങനെ തുറക്കല്ലട്ടാ. എന്നിട്ട് മേലത്തെ വിസിലൊന്നും കൂടി പുക്ക് ചെയ്. അല്ല വിടിക്ക് വിടിക്കടി മുട്ടിന്ന് എന്നിട്ട് വിസിൽ പൊക്ക്. വിസിൽ പൊക്ക് അങ്ങനെ തുറക്കല്ലേന്ന്. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കുമ്മിച്ച് കൊണ്ടു ശ്രീമന്റെ എടുത്തിരിക്കാം. പിന്നെ അവ തേച്ചേക്കിട്ടു അമ്മയ്ക്ക് വയ്ക്കുന്നു. ഓ അമ്മക്ക കത്തിയോണ്ടെന്ന് കുത്തി നോക്ക്. ഗൈസ്, നിങ്ങളെ വീട്ടിൽ ഉള്ള അമ്മയെ പോലെ തന്നെയായിട്ട് എൻ്റെ അമ്മയും. ഇങ്ങനെ പിന്നാലെ നടന്ന് ഞാൻ ചെയ്യുന്നതിനൊക്കെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. കുറച്ച് പേടി കൂടിയ ഒരാളാണ് അമ്മ. അപ്പോൾ പ്രത്യേകിച്ച് ഞാനിങ്ങനെ കുക്കറിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാണ് ഗൈസ്, എന്ത് ചെയ്യാനാണ്. പക്ഷെ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാനിതെല്ലാം ഇതിനപ്പുറം ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അമ്മ എപ്പോഴും ഇങ്ങനെയായിട്ട് കുക്കറിൻ്റെ കേസിൽ പറയണ്ടേ പിന്നാലെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. 3-4 വീഡിയോസ് മുന്നേ കുറച്ച് എൻ്റെ വീഡിയോസിൽ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കീത്തു നേരത്തെ എഴുന്നേക്കില്ല, കീത്തു വീട്ടിലെ പണ്ടൊന്നും എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. മീൻസ് അപ്പം എനിക്ക് ചെറിയ രീതിയിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. സ്വാഭാവികം, നമ്മുടെ മനുഷ്യന്മാരുടെ, പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സെൻസിറ്റീവാണ്. പിന്നെ അപ്പം എൻ്റെ വീട്ടിലായാലും എല്ലാവരും പറയും നമുക്ക് നമ്മുടെ കാര്യം അറിയാമല്ലോ, നമ്മൾ ഇതെന്തിനാ ബോധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മീൻസ് എൻ്റെ അമ്മയും അമ്മാമ്മയും ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നതാണ്. അമ്മാമ്മക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാനൊരു മടിച്ചാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഒരു പണി എടുക്കാത്തൊരു കുട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാവരോടും പ്ലീസ് അമ്മമ്മ പറഞ്ഞ് ശ്രദ്ധിക്കൂ, പറയൂ. ഞാനേ എല്ലാ ആൾക്കാരോടും പറയും ഇത് വന്നാലും ഉഷാറായി പണി കാണും. കാരണം വ്യക്തമാക്കൂ. ഞാനിതൊന്നും കുറച്ച് പറയുന്നതല്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാണ്ടേക്ക് ഇരിക്കുന്നതാണ്. കമന്റ്സ് ഉണ്ട്, ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവില്ല, മേ ബി അതുകൊണ്ടായിരിക്കും പറയണത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ നീ ചെയ്യുന്നത് എനിക്കല്ല അറിയുള്ളൂ, കാണുന്നൊരു കാര്യം. അമ്മ പറയൂ, അമ്മയ്ക്ക് എന്താ പറയുള്ളത്? കുറച്ചുകൂടി അടുത്ത് നിന്ന് പറയും. ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചതാ, അത് ഭാര്യ പറയുന്നത് പറയും. അല്ലത്തെ മക്കളെ, ഇവളെ കല്യാണത്തിന് മുന്നേ ഇവള് ഞാൻ പഠിക്കാൻ പോണ കാലത്തൊക്കെ നമുക്ക് പിള്ളേരെ കൊണ്ട് നമ്മളൊന്നും ചെയ്യിക്കാറില്ലല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം കിത്തു വന്നിട്ടുണ്ടെങ്കിൽ അവള് നമ്മളുടെ പാചകം അവൾക്ക് പിടിക്കാറില്ല. കാരണം വെച്ചാല് അവള് ഓരോ പുതിയ ഐഡിയയും കൊണ്ട് വരും. എന്റെ മേലെ ഞാനൊരു 1/2 ദിവസം എടുക്കുന്നത് അവളൊരു 1/2 മണിക്കൂർ ചെയ്തു തരും. ഞാൻ പറയണ്ടല്ല.
ഞാനിവിടെ ഞാൻ കടയിൽ നിന്ന് വരുമ്പോഴേക്കും ഞാൻ പറയും വളരെ ചിക്കൻ കൊണ്ട് വെച്ചിട്ടാന്ന് പറയുമ്പോഴേക്കും അവള് പറയും അമ്മ ഇവിടെ ഞാൻ വരുമ്പോഴേക്കും അത് ചിക്കൻ വറക്കലായി വെക്കലായി തന്നെ എല്ലാം ടക്കട്ടൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഇവള് ചെയ്യുന്ന ഓരോ വീഡിയോസും ഇവള് നമുക്ക് എടുത്ത് അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അതിപ്പോ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴേലും സമയം കിട്ടിയെന്ന് വരില്ലല്ലോ. ഇവിടെ വന്നിട്ടുള്ള കാര്യമാണ് എനിക്കറിയാം. എനിക്ക് തന്നെ അതിശയാണ് ഇവള്. കാരണം ഇവളൊരു കൂട്ടുകുടുംബത്തിലേക്ക് പോയതെന്ന്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മ ഞാൻ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു അണുകുടുംബമായിരുന്നു. അതിൽ നിന്നൊരു കൂട്ടുകുടുംബത്തിലേക്ക് പോയപ്പോൾ ഇത് എങ്ങനെയാവും എന്നുള്ളത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് എനിക്ക് പേടിയെന്ന് യാതൊരു വിഷമവും ഇല്ല അതില്. അവർക്കും ഇല്ല അതിന് യാതൊരു വിഷമങ്ങളും. കാരണം വെച്ചാല് അവരും കാണുകയാണ് ആ ഉള്ള സമയം കൊണ്ട്. 2 പിള്ളേരെ വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ. ഒരാളെ കഴിയുമ്പോൾ ഒരാൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വരുമ്പോ തന്നെയായിരുന്നു നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴായാലും അവള് പറയാം അമ്മ അവിടെ മാറിയിരുന്നോ ഞാൻ പെട്ടെന്ന് ചെയ്യാന്ന് പറയും. കാരണം എനിക്ക് കുറച്ച് സമയം പിടിക്കുന്നത് അവള് കുറവ് സമയം കൊണ്ടത് എനിക്ക് ഞാൻ കാണുക എല്ലാതും ചെയ്തു തരുന്നുണ്ട് കേട്ടോ. നമ്മള് മറ്റുള്ളവര് വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നമ്മള് എന്ത് കാര്യമായാലും ഓരോരുത്തർ അടുത്തറിയുമ്പോഴും അടുത്ത് കാണുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരാൾ നമ്മള് പ്രത്യക്ഷത്തിൽ വിലയിരുത്താൻ പാടില്ല. ഇതിന്റെ ഒരു പാടാണ്. അല്ല സീരിയസ്ലി എനിക്ക് ആ സമയത്ത് കുറച്ചെങ്കിൽ വിഷമം ഉണ്ടായിരുന്നു. മീൻസ് ഞാൻ എന്നെ കൊണ്ട് വിചാരിച്ചു. കാരണം വെച്ചാല് ഇവള് ഓരോ കാര്യങ്ങളും ചെയ്ത് നമുക്ക് വീഡിയോ എടുത്ത് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് പറഞ്ഞത് ഇവള് ബാക്കിയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുള്ളത് നമ്മളിത് അടുത്തറിയുമ്പോഴല്ലേ മനസ്സിലാവുന്നുള്ളത്. അങ്ങനെയുണ്ട്. കാരണം വെച്ചാല് എനിക്കും അത് ഞാനത് കമന്റ് വായിച്ചിട്ട് എനിക്കത് വിഷമം തോന്നി. കാരണം എന്റെ കുട്ടി അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതൊരു കാര്യത്തിനായാലും ഇപ്പൊ ഞാൻ തന്നെ ആയാലും ഇത് തന്നെ പറയുന്ന കാര്യങ്ങളായാലും ചെയ്യുന്ന കാര്യങ്ങളായാലും അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവളത് സ്വീകരിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ പറയുമ്പോൾ പിന്നെ അല്ലെന്ന് അവള് പോകാറില്ല. അതെനിക്ക് ആ ഒരു സംഭവം എനിക്ക് നിഖിലിന്റെ കൂടെ പിന്നെ കിട്ടിയൊരു സംഭവം കേട്ടോ. നിഖിൽ ചേട്ടന്റെ കൂടെ കിട്ടിയൊരു സംഭവമാണ്. പിന്നെ പറഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ പറയാൻ കാരണം ഞാൻ ഇതിനെ കുറിച്ച് ഇവരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം ഇവർക്ക് ഇനി അങ്ങനത്തെ ഒരു തോട്ട് വേണ്ട, ഒരു വിഷമം വേണ്ട. കാരണം ഇവരൊക്കെ നമ്മുടെ അമ്മമാരാണ്. ചില കമന്റ്സ് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമമുണ്ടെങ്കിൽ പോലും ഞാൻ ഒരാളെടുത്തും എൻ്റെ വിഷമം ഞാൻ കാണിക്കില്ല. ഞാൻ ഓൺലി നീച്ചേൻ്റെ അടുത്താണ് ഞാൻ എല്ലാതും ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ഒക്കെ എനിക്ക് ഞാൻ ഭൂമി തന്നെ കുലിങ്ങിട്ടുണ്ടെങ്കിൽ ഒരു അംശം പോലെ ഞാൻ കാണിക്കില്ല. ഞാനത് അങ്ങനെയായി. കാരണം ഇവർക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടരാണ്. ഇവൻ എനിക്ക് എന്തെങ്കിലും മീൻസ് വയ്യായി ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരാളോട് പറയാൻ നിൽക്കില്ല. ഞാൻ കൂടുതലായിട്ട് പറയാൻ ഞാൻ അഞ്ചു ചേച്ചിയോടും അതേപോലെ തന്നെ നീച്ചേണ്ട അമ്മയോടൊന്നും പറയില്ല. ഞാൻ പനിച്ച് പറഞ്ഞവിടെ ആരുണ്ടല്ല അമ്മ പറയും കുഴപ്പമില്ല അമ്മ ചെറിയൊരു തലവേദന മീൻസ് ഞാൻ എങ്ങനെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് കമന്റ്സ് കണ്ടപ്പോ ഞാൻ അമ്മനായിട്ടൊന്നും ഡിസ്കസ് ചെയ്തില്ല. കാരണം അത് ഇവർക്ക് ഫീൽ ആയിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ ആ കമന്റ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അങ്ങനെ അല്ല എപ്പോഴും പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായാലും നമ്മള് പഠിക്കാൻ പോണ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പഠിക്കുന്നത് പറയുന്നത് അങ്ങനെയുണ്ട്. സാഹചര്യം നമുക്ക് ആവശ്യം വരുമ്പോ നമ്മൾ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എടുക്കണ്ട. അങ്ങനത്തെ ഒരു ഇതാണ് മക്കളെ വയ്യാണ്ടായപ്പോ അടുക്കള കടന്ന് ചടുപൊടിയാണ് വയ്ക്കല്. ഞങ്ങൾ തന്നെ ആയിരിക്കുമ്പോ എനിക്ക് നല്ല കാലത്തൊന്നും ഒരു പണി ഞാൻ ചെയ്യിച്ചിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. ആ സമയത്തൊന്നും ഒരു പാത്രം പോലും ഞാൻ സത്യം പറഞ്ഞില്ല. അതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നല്ലോ. കാരണം ചെയ്യിപ്പിച്ചിട്ടില്ല എന്നെ കൊണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അധികം പേരുണ്ടായിരുന്നില്ല. അമ്മ ഉള്ളൂ. ഭയങ്കര ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അത്. അന്നൊക്കെ ഞാൻ തന്നെ മക്കളെ ഞാൻ എല്ലാ പണിയും ചെയ്തിരുന്നത്. ഇവിടിതൊക്കെ നോക്കി കാണാറുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ. എന്തൊക്കെ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ ഇടുന്നത്, എന്തൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കിന്ന് കാണാറുണ്ട്. പക്ഷെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല കല്യാണത്തിന് മുന്നേ. ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്ക് അതിശയാവും. അവിടെ പോയിരുന്നോളൂ. തങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ. നിക്കിക്കൂട്ടൻ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ചിക്കൻ കറി ആയിരിക്കും ഒന്നിനെ പിടിക്കും. നിക്കി അപ്പം അമ്മ മരുമോന് വേണ്ടിയിട്ട് കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വറക്കാനായിട്ട്. എനിക്ക് ചേട്ടന് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെന്തായാലും മസ്റ്റാണ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ.
എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയ്ക്കായാലും അമ്മമ്മയ്ക്കായാലും നിഖിൽ ചേട്ടനെ ട്രീറ്റ് ചെയ്യാനായിട്ടും ഇപ്പോഴും അതേ ഇഷ്ടമാണ്. കാരണം അവർക്ക് ആകെ കൂടെ ഉള്ളൊരു മോനാണ്. അമ്മമ്മയ്ക്കായാലും അമ്മയ്ക്കായാലും എപ്പോഴും കിട്ടണതും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നതും നിഖിൽ ചേട്ടനും മാത്രമാണ് കേട്ടോ. മരുമക്കളിൽ പേരക്കുട്ടികളുടെ ഭർത്താക്കന്മാരായാലും നിഖിൽ ചേട്ടനാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. തരുമോ? എനിക്ക് തന്നില്ല. അല്ലല്ലോ, അച്ഛക്ക് തന്നില്ല. വേണ്ട, ഗ്രേവി ഇത്ര മതി. തരാനാ ഡിഫറെന്റ് ടേസ്റ്റ് ഇല്ലേ? സൂപ്പറായിട്ട് അതിനോ കടിച്ചിട്ട് ഗൈസ്, ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ഇപ്രാവശ്യം വെച്ച് നല്ല രസമുണ്ടായിരുന്നു. അത് ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തെ അടിപൊളി ഗ്രേവി ആയിട്ട് ഇങ്ങനെ മീൻസ് കിട്ടാറില്ല നമ്മൾ എപ്പോഴും ചിക്കൻ വയ്ക്കുന്നതൊക്കെയാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായാൽ മാത്രമേ ഇങ്ങനെ കഴിക്കുള്ളൂ. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അഞ്ചു ചേച്ചിക്ക് കൊടുത്തപ്പോൾ അതേ ഞാൻ പറഞ്ഞത് നല്ല രസമുണ്ട് കീത്തുനിന്ന്. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കൊടുത്തു, ചിക്കൻ വറുത്തതും അതേപോലെ തന്നെ കറിയൊക്കെ ആയിട്ട്. പിന്നെ നീൽച്ചണ്ണി സവാള മസ്റ്റാണ് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നീൽച്ചേട്ടൻ പറഞ്ഞു ഓക്കെ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ടോ. ഇനി ഞാനും കൂടി കഴിക്കാനുള്ളൂ. അമ്മയും ഞാൻ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വേണം പോവാൻ. ഫ്ലൈങ് കിസ് കൊടുത്തേ, ടാറ്റ കൊടുത്തേ. ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ടാറ്റ ബൈ, സീ യു.